ഇന്നൊന്ന് എറണാകുളം വരെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ ക്ലാസ്സിൽ വിട്ടിട്ട് വേണമേ പോകാനായിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ചപ്പാത്തി പരിപ്പറിയാണ് ഉണ്ടാക്കിയത്. അവർക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കണമായിരുന്നു. പയർ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ വേവിച്ചത് ഇത്തിരി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കുറച്ച് തേങ്ങയിട്ട് പയർ തോരനും ഉണ്ടാക്കി, കുറച്ച് തേങ്ങ എടുത്ത് ചമ്മന്തിയും അരച്ച് പപ്പടവും വറുത്ത് അവർക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി. ഇവാനോട് എറണാകുളത്ത് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനും ഇന്ന് ലീവെടുത്ത് ഞങ്ങളോട് വരാമെന്ന് പറയും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചേ. അനാമയ്ക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലേ, അവരെ പറഞ്ഞ് വിട്ടിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് പോയത് കേട്ടോ. പോയിട്ട് വരുന്ന വഴിക്കൊന്ന് ഇടപ്പള്ളി കയറിയായിരുന്നു. ഇടപ്പള്ളി ഭാഗത്തേക്ക് എപ്പോൾ വന്നാലും ഈ പള്ളി കയറാണ്ട് പോകാറില്ല കേട്ടോ. അപ്പോൾ പുതിയ പള്ളിയിലും പഴയ പള്ളിയിലും ഒക്കെ കയറിയായിരുന്നു കേട്ടോ. ഇന്നധികം തിരക്കില്ലായിരുന്നു. സാധാരണ ഞങ്ങൾ വരാൻ നേരത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചിറങ്ങി നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചത് കിണറിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ. മഴ ആയത് കാരണമാണെന്ന് തോന്നുന്നു കിണറിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കാൻ തന്നെ എനിക്ക് പേടിയാണേ. നോറമ്മക്ക് ഒരു പേടിയില്ല കേട്ടോ. അവൾ എന്തി പറഞ്ഞൊക്കെ നോക്കാനായിട്ടൊക്കെ ശ്രമിക്കണതാണ്. ഞാൻ വേഗം തന്നെ വിളിച്ചിങ്ങോട്ട് താഴത്തേക്ക് നിർത്തിയതാണേ. അപ്പോൾ പോരാ നേരത്ത് ഞങ്ങൾ ഒരു കുപ്പി വെള്ളം അവിടെ നിന്ന് എടുത്തായിരുന്നേ. ഈ വെള്ളം കൊണ്ടുപോയി നമ്മുടെ പരിസരത്തൊക്കെ തളിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാമ്പൊന്നും നമ്മുടെ അതിർത്തിയിൽ വരില്ലെന്നാണ് വിശ്വാസം. അപ്പോൾ നേർച്ചക്കോഴികളെ നോറമ്മനെ കുറച്ച് നേരം കാണിച്ചിട്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വഴിക്ക് കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ എടുത്ത് വെച്ചിരുന്ന് കഴിക്കണം നീ കാണണേ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.